തുടരുകയാണ്. ശ്രീ സിബി സത്യൻ, ഇത് റെയ്ഡ് നാടകം എന്നാണോ താങ്കൾ കരുതുന്നത്? ഡോക്ടർ ബി ജയരാജ് പറയുന്ന പ്രഹസനമാണെന്നാണ്. ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല, മണി ലോണ്ടറിങ് തെളിയിക്കാൻ കഴിയുന്നില്ല, ED പക്ഷേ ഈ അന്വേഷണം തുടരുന്നു, അത്രയേ ഉള്ളൂ എന്ന്. മഞ്ജുഷ, ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം പക്ഷേ വളരെ വലിഞ്ഞ് വളരെ സ്ലോവിലാണ് ഇതിന്റെ അന്വേഷണം പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ആക്ച്വലി ഇത് ഒരു 2 അല്ലെങ്കിൽ 4 കോടി രൂപയ്ക്കുള്ളിൽ വരുന്ന ഒരു കേസാണ്. അതിനകത്ത് ഈ ED ചെലവാക്കുന്ന ഇത്രയും റെയ്ഡ്, നാടകങ്ങൾ തുടങ്ങിയ കലാപരിപാടികളുടെയൊക്കെ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി അവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് വളരെ നേരത്തെ തന്നെ ക്ലിയർ ചെയ്യാവുന്ന ഒരു കേസാണ്. കാരണം ഇൻകം ടാക്സ് അപ്പലേറ്റ് കൗൺസിൽ ഓൾറെഡി അതിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു കഴിഞ്ഞു ഇത് ഒരു ക്ലിയർ കേസ് ഓഫ് മണി ലോണ്ടറിങ് ആണ് എന്നുള്ളത്. അപ്പൊ ഇനി അത് ED അന്വേഷിക്കുന്നു. ED ഈ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ പിണറായി വിജയന്റെ വീട്ടിലടക്കം കയറി റെയ്ഡ് നടത്തുന്നു. ഇതിന്റെയൊക്കെ ഗുണം എന്താണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണക്കാരായ ആൾക്കാർക്ക് സംശയം തോന്നും. കാരണം ഇതിന്റെ ഏതെങ്കിലും കേസിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹാർഡ് ഡിസ്ക് വീണ്ടും ഇത്രയും കേസും സംഭവങ്ങളൊക്കെ വന്ന ശേഷം വീട്ടിൽ സൂക്ഷിക്കാൻ മാത്രം മണ്ടന്മാരാണോ ആൾക്കാർ തുടങ്ങിയ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പൊ ഇത് കുറെയൊക്കെ ഒരു ഡ്രാമ ലെവലിലാണ്. കാരണം ഇത് വളരെ ഇതിനകത്ത് ഈ പറഞ്ഞ ശ്രീ ശശിധരൻ കർത്ത അടക്കമുള്ള ആൾക്കാര് മൊഴി കൊടുത്തിരിക്കുന്നത് ഈ പണം വെറുതെ കൊടുത്തതാണ്, അതിനുള്ള യാതൊരു സർവീസ് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള മണി ലോണ്ടറിങ് അടക്കമുള്ള ആക്ടിനകത്ത് ഓൾറെഡി പെടുത്താവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ റെയ്ഡ് എന്ന് പറയുന്നത് പലപ്പോഴും EDയെ ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കുന്നു. ഒന്നുകിൽ CPM-നെ ഏതെങ്കിലും തരത്തിലൊരു ഏതെങ്കിലും തരത്തിലേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിന്, BJP-യുമായിട്ടുള്ള ഒരു ഫർദർ അഡ്ജസ്റ്റ്മെന്റിന് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഒരു ഫർദർ അഡ്ജസ്റ്റ്മെന്റിന് നിർബന്ധിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമാണ്. എന്തായാലും ഇത് ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ED ഉപയോഗിക്കുന്ന ഒരു പ്രവണത ഈ സർക്കാരിന്റെ കാലത്ത് വളരെ വളരെ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ 12 വർഷമായിട്ട് EDയുടെ കൺവിക്ഷൻ റേറ്റ് ആക്ച്വലി നോക്കിയാൽ നേരത്തെ 93% കൺവിക്ഷൻ റേറ്റ് ഉള്ള ഒരു ഏജൻസിയാണ്. 93 മുതൽ 97% വരെ കൺവിക്ഷൻ റേറ്റ് ഉണ്ടായിരുന്ന ഏജൻസിയുടെ നിലവിലെ കൺവിക്ഷൻ റേറ്റ് വെറും 2% കുറഞ്ഞിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ 14 വർഷത്തിനുള്ളിൽ ഇത്രയും അറസ്റ്റുകൾ, ഇത്രയും രാഷ്ട്രീയ പ്രേരിതമായ അറസ്റ്റുകളും സംഭവങ്ങളും ഒക്കെ നടത്തിയതോട് കൂടിയിട്ട് ഈ ഒരു ED എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ, ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷന്റെ വിശ്വാസ്യത പാടെ നഷ്ടമാകുന്ന ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ ഇത്രയും ചെറിയൊരു കേസ് ഇത്രയും പൊളിറ്റിക്കൽ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാതെ ഇതിനു മുമ്പ് തന്നെ അവർക്ക് തീർക്കാനും അവർക്ക് അതിനകത്ത് കൃത്യമായിട്ട് ഒരു കേസ് ഫയൽ ചെയ്യാൻ, അതിനകത്ത് നല്ലൊരു കേസ് ഉണ്ട് ഓൾറെഡി എന്നാണ് നമുക്ക് പത്രവാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അതിനകത്ത് നല്ലൊരു കേസ് ഉള്ളപ്പോൾ ആ ഒരു കേസ് പഴുതടച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതിന് പകരം ഈ കുറേയൊക്കെ ഡ്രാമ കളിക്കുന്നുണ്ടോ എന്ന രീതിയിൽ സംശയം വരുന്നെങ്കിൽ അതിനകത്ത് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.